താങ്കൾ ഈ പറയുന്ന രണ്ട് കുറിപ്പുകൾ, ആ രണ്ട് കുറിപ്പുകളും സമകാലിക ആഗോള ആശയ വ്യവഹാര സന്ദർഭത്തിൽ താങ്കൾ ഈ പറയുന്നത് പഴഞ്ചനായ ഇന്നത്തെ ലോകത്ത് യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ പഴയ സിദ്ധാന്തങ്ങളാണ്. ജീവിത വിശുദ്ധി, ആദർശനിഷ്ഠ എന്നൊക്കെ പറയുന്നതൊക്കെ പഴയ കാര്യങ്ങളാണ്. താങ്കൾ വിചാരിച്ചിരിക്കുന്നത് ജീവിത വിശുദ്ധിയും ആദർശനിഷ്ഠയും ഒരു കാര്യം, നിലനിൽക്കുന്ന വ്യവസ്ഥ വേറൊരു കാര്യം എന്നാണ്. അങ്ങനെയല്ല. ഈ വ്യവസ്ഥയ്ക്ക് അകത്താണ് ഇതെല്ലാം. എന്താണ് ജീവിത അശുദ്ധിയും ജീവിത വിശുദ്ധിയും ആദർശനിഷ്ഠയും ആദർശരാഹിത്യവും എല്ലാം തന്നെ ഇതിൻ്റെ അകത്താണ്. മനസ്സിലായില്ലേ? വ്യവസ്ഥയ്ക്കകത്താണത്. വ്യവസ്ഥയ്ക്കകത്ത് ഉള്ള ഈ സാധനങ്ങളൊക്കെ ഇന്ന് ഒരുപാട് ജീവിത വിശുദ്ധിയുള്ള ആളുകളുണ്ട്, ജീവിത അശുദ്ധിയുള്ള ആളുകളുണ്ട്. ഈ വ്യവസ്ഥ അതാണ്. ഈ വ്യവസ്ഥ താങ്കളെ പ്രേരിപ്പിക്കുന്നത് ഇതിനെ വിഭജിച്ച് കാണാനാണ്. ഈ ആധുനികത കൊണ്ടുവന്ന ദ്വന്ദ്വവാദം തന്നെയാണ് ഇതിനകത്തുള്ളത്. വിശുദ്ധി അശുദ്ധി, ആദർശം ആദർശരാഹിത്യം, ഇതാണ് ഈ ആധുനികതയുടെ ബൈനറികൾ. ഇങ്ങനെ ഈ ബൈനറികൾ ശുദ്ധി, ആദ്യം പറയുന്ന ശുദ്ധി ജീവിത വിശുദ്ധി പരിഭാവനവും ജീവിത അശുദ്ധി മ്ലേച്ഛവുമാണ് ഇതുള്ളത്. അങ്ങനെയാണ് അതിന്ന് പ്രവർത്തിക്കുന്നില്ല. ഇന്ന് മറിച്ച് നിലനിൽക്കുന്ന നീതിരഹിതമായ ജനവിരുദ്ധമായ പ്രകൃതി വിരുദ്ധമായ ലിംഗ അസമത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അഥവാ പുരുഷാധിപത്യപരമായ ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കകത്ത് തന്നെയാണ് ഈ വിശുദ്ധിയും അശുദ്ധിയും എല്ലാം പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ജീവിത വിശുദ്ധി ഉള്ള ആളുകളെ ഈ വ്യവസ്ഥയ്ക്ക് വളരെ ഇഷ്ടമാണ്. മനസ്സിലായില്ല? ഈ ജീവിത വിശുദ്ധിയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് വരുന്നത്. ഈ വ്യവസ്ഥ മാറണ്ട എന്ന് പറയുന്നത് അതാണ്. വ്യക്തികൾ നന്നായാൽ മതി എന്ന് പറയുന്നത് ഈ വ്യവസ്ഥ മാറണ്ടെന്നാണ്. അതാണ് ഈ വിശുദ്ധിവാദക്കാരുടെ ഇത് പ്രശ്നം. നിങ്ങൾ 5 നേരം പള്ളിയിൽ പോവുക, നഖം വരയ്ക്കുക, കുളിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നുണ പറയാതിരിക്കുക, കള്ളു കുടിക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഈ വിശുദ്ധിവാദം തന്നെയാണ് വ്യവസ്ഥയെ നിലനിർത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ വിഭജിച്ച് കാണുകയാണ് ഇതെല്ലാം. അങ്ങനെ അതിനൊന്നൊരു പ്രസക്തിയില്ല. അതായത് ഈ പുതിയ ആദർശ വിശുദ്ധി എന്ന് പറയുന്നത്, പുതിയ ജീവിത വിശുദ്ധിയും പുതിയ ആദർശനിഷ്ഠയും പുതിയ കാലത്ത് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന നീതിരഹിതമായ വ്യവസ്ഥയ്ക്കെതിരെ നിങ്ങൾക്ക് വിമർശനമുണ്ടോ, ചെറുത്തുനിൽപ്പുണ്ടോ, സമരമുണ്ടോ, ആ വിമർശനത്തെ നിങ്ങൾക്ക് ആഖ്യാനപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അതാണ് അതിൻ്റെ പ്രശ്നം. അതാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നുള്ളത്. ഇസ്ലാമിക പ്രവർത്തനം എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ പഴയതാണ്. ഇന്നത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം ഇല്ലെങ്കിൽ വ്യവസ്ഥ അതേപടി നിലനിൽക്കും. എല്ലാ ആളുകളും നിസ്കരിക്കുക, എല്ലാ ആളുകളും നോമ്പ് നോക്കുക, അതേ സമയത്ത് വ്യവസ്ഥ അതേപടി നിലനിൽക്കുക. ഇതാണ് ഈ പുതിയ കാലഘട്ടത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നത്. തീർത്തും തെറ്റാണത്. ഇന്നത്തെ കാലത്ത് യാതൊരു പ്രസക്തിയും അതിലില്ല. അപ്പോൾ ആദർശവിശുദ്ധിയുള്ള കുറേ ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ വ്യവസ്ഥ മാറില്ല. കാരണം ആദർശവിശുദ്ധി എന്ന് ഇവർ പറയുന്നത് തന്നെ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയാണ്. വ്യവസ്ഥയെ നിലനിർത്തുന്ന വിശുദ്ധിയാണത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത്, നിലനിൽക്കുന്ന വ്യവസ്ഥ നീതിരഹിതമാണ്, നിലനിൽക്കുന്ന വ്യവസ്ഥ ജനവിരുദ്ധമാണ്, നിലനിൽക്കുന്ന വ്യവസ്ഥ പരിസ്ഥിതി വിരുദ്ധമാണ്, നിലനിൽക്കുന്ന വ്യവസ്ഥ പുരുഷാധിപത്യപരമാണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ നിങ്ങളെ പറയാൻ പ്രാപ്തനാണ് എങ്കിൽ നിങ്ങൾക്ക് വിശുദ്ധിയുണ്ട്. അല്ലാത്ത വിശുദ്ധിക്ക് ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല.